അൽഹംദുലില്ലാഹ് മൂന്നാം ക്ലാസ്സിലെ ദുറൂസ് ഒന്നാം ഭാഗത്തിൽ ആറാമത്തെ പാഠം വജഅൽനാ നൗമക്കും സുബാതാ. ആ പാഠത്തിന്റെ തദ്രീബാത്ത് വായിക്കാനുള്ള നിങ്ങൾ വായിച്ചുകൊണ്ടിട്ടോ, സമയം വെറുതെ കളയണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ എഴുതാനുള്ളതിലേക്ക് പ്രവേശിക്കും. ചേർത്ത് ഇഖ്ലാസ് ഇതിലേതാണ്? സൂറത്ത് ഖുൽ ഹുവല്ലാഹു അഹദ്. മുഅവ്വിദതൈൻ സൂറത്തുൽ ഫലഖ് വന്നാസ്. ആയത്തുൽ കുർസി ഖുർആനിലെ മഹത്തായ ആയത്ത്. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്. ഉറങ്ങുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ. ഉണരുമ്പോൾ ചൊല്ലുന്ന ദിക്ർ. പടച്ചറബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. അടുത്തത് മുജീബ്. നബീവയുടെ പല്ലുവേദന മാറിയതെങ്ങനെ? ഉമ്മ കൊടുത്ത സംസം വെള്ളം കുടിച്ചപ്പോൾ. ഉറങ്ങുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ബ്രഷ് ചെയ്യുക, വുളൂഅ് ചെയ്യുക, വിരിപ്പ് കുടയുക, ഇഖ്ലാസ്, മുഅവ്വിദതൈൻ എന്നിവ ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവുക. ആയത്തുൽ കുർസി, ഷഹിദല്ലാഹ്, ആമന റസൂൽ എന്നിവ പാരായണം ചെയ്യുക. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന് ചൊല്ലി ഖിബലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. വലത് ഭാഗത്തേക്ക് ചാഞ്ഞു വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കുക. അടുത്തത് കിടക്കുന്നതിന് മുമ്പ് വിരിപ്പ് കുടയുന്നത് എന്തിനെ? വിരിപ്പിൽ വല്ല ബാധയും ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ കയറാതിരിക്കാൻ. ഉറങ്ങുന്നവൻ എങ്ങനെയാണ് കിടക്കേണ്ടത്? നബീദ് എങ്ങനെ കടന്നേ? ഖിബലയിലേക്ക് തിരിഞ്ഞ് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കുക. ഉറക്കം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തെല്ലാം? ഉറക്കം ഉന്മേഷവും ഉണർവും പ്രദാനം ചെയ്യുന്നു. പിന്നെ 6 തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയം അപ്പോൾ ഇശാ നിസ്കരിച്ച ശേഷം ഉറങ്ങിയ ശേഷവും രാത്രിയിലുള്ള സുന്നത്ത് നിസ്കാരമാണ്. ഇശാ അതിന്റെ സുന്നത്തും കഴിഞ്ഞിട്ട് ഇശാ നിസ്കാരത്തിന് ശേഷം ചെയ്യൽ കറാഹത്തുള്ള കാര്യങ്ങൾ എന്തെല്ലാം? മൊബൈൽ, TV, അനാവശ്യ സംസാരം പോലെയുള്ള വിനോദങ്ങൾ. ഖുർആനിൽ എവിടെയാണെന്ന് കണ്ടെത്തി എഴുതണേ. ഒക്കെ എഴുതിയാൽ മതി, ഞാൻ പറയുന്നില്ല, സമയം വേസ്റ്റ് ആവും. പെട്ടെന്ന് വീഡിയോ ചുരുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, കുത്തുബു ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്ർ. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത്. ഉണരുമ്പോഴുള്ള ദിക്ർ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. ഇത് തഖ്സീസ. ഉറങ്ങുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്ന വിഷയത്തിൽ ഖണ്ഡിക തയ്യാറാക്കൂല നിങ്ങൾ. ബ്രഷ് ചെയ്യുക, വുളൂഅ് ചെയ്യുക, വിരിപ്പ് കുടയുക, ഇഖ്ലാസ്, മുഅവ്വിദതൈൻ എന്നിവ ഓതി കൈകളിൽ ഊതി ശരീരം മുഴുവൻ തടവുക. ആയത്തുൽ കുർസി, ഷഹിദല്ലാഹു, ആമന റസൂൽ എന്നിവ പാരായണം ചെയ്യുക. ബിസ്മിക്കല്ലാഹുമ്മ അഹ്യാ വ അമൂത് എന്ന് ചൊല്ലി ഖിബലയിലേക്ക് തിരിഞ്ഞു കിടക്കുക. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വലത് കവിളിന് താഴെ കൈവച്ച് കിടക്കുക. ഉണരുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ എന്ന് ചൊല്ലുക. പടച്ചറബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നിങ്ങളെ ഉമ്മ ഉപ്പ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവർ ഞങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. പകരം ദുആ ചെയ്യാനേ ഞങ്ങൾ പറ്റുന്നുള്ളൂ. അവർക്ക് നീ ഒരുപാട് സന്തോഷം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവരെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഈ വിഷയത്തിൽ ഞങ്ങളെ സഹായിച്ച പലരുമുണ്ട്. അവർക്കൊക്കെ ഇതിന്റെ സന്തോഷം നൽകണേ അല്ലാഹ്.